ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു യാത്രയാണ്, ഒരു മെയ് മാസ പാലക്കാട് യാത്ര. അങ്ങനെ രാത്രിയുടെ ഭംഗിയിൽ തിളങ്ങി നിൽക്കുന്ന കുതിരാൻ തുരങ്കമൊക്കെ കടന്ന് നേരെ പാലക്കാടിൻ്റെ മണ്ണിലേക്ക്. മെയ് മാസത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയാണ് ഈ വാഗപ്പൂക്കൾ കേട്ടോ. പാലക്കാട് ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മെയ് മാസം അത്ര ഗംഭീരമായ സമയമാണോ പാലക്കാട് പോകാനെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവിടുത്തെ ഈ പച്ചപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊരു തണുപ്പാണ് മനസ്സിന്. പോത്തുണ്ടി ഡാമിൻ്റെ ഭാഗമാണിത് കേട്ടോ. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയാൽ ക്ഷീണിക്കും എന്നുള്ളതുകൊണ്ട് പുറമേ നിന്ന് ഭംഗി ആസ്വദിച്ചു. ഇനി നേരെ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലാണ്. നെല്ലിയാമ്പതിയിലേക്കുള്ള വഴിയിൽ ഇരുവശങ്ങളിലും കാടും കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ ധാരാളം വ്യൂ പോയിന്റുകളും ഉണ്ട്. സീതാർകുണ്ട്, കേശവൻ പാറ, രാജാസ് ക്ലിഫ്, ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ്. ഇടയ്ക്ക് നമ്മൾ കാറൊക്കെ നിർത്തി പതിയെ ഒന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നെല്ലിയാമ്പതിയിലെ കാടുകളിൽ ഒരുപാട് വന്യജീവികളും ഉണ്ട് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനയോ പുള്ളിപ്പുലിയോ മലയണ്ണാനെയോ കാട്ടുപോത്തിനെയോ കുരങ്ങുകളെയോ ഒക്കെ കാണാൻ സാധിക്കും. ആഹാ, നീ പറഞ്ഞു തീർന്നില്ല, ആള് വന്നല്ലോ. ഇവിടെ വരുന്നവരൊക്കെ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ആളെയും കണ്ടുമുട്ടി. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കാട്ടുപോത്തിനെ ഇത്രയും അടുത്ത് കാണുന്നത്. എന്താ ഒരു ഭംഗി! ഇനി അങ്ങോട്ടേക്ക് പ്ലാന്റേഷൻസ് ആണ്. നിറയെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. ഈ മരത്തണലിൽ കുറച്ചു നേരം വിശ്രമിച്ചിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പ്രദേശം കാണാൻ. നല്ല കാറ്റും തണലും ഒക്കെ ആയിട്ട് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഒരു നല്ല സ്ഥലം. പെൺകുട്ടികളുടെ മുടിക്കെട്ട് പോലെ നിറയെ വേരുകളാണ് അതിനകത്ത് കേട്ടോ. ശരിക്കും ഒരു ഫെയറി ടെയിൽ കഥയുടെ പിക്ചറൈസേഷൻ പോലെയാണ് ആ പ്രദേശം. അത്ര നല്ല രസമാണ് കാണാൻ. അങ്ങനെ വീണ്ടും യാത്രയിലേക്ക്. നെല്ലിയാമ്പതി മലനിരകളുടെ ഭാഗമായ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളീ പോകുന്നത്. ഗേറ്റിനടുത്ത് നിന്ന് ഏകദേശം 20 മിനിറ്റ് പിന്നെയും പോകുമ്പോഴാണ് നമുക്ക് വ്യൂ പോയിന്റിലെത്താൻ പറ്റുന്നത്. റോഡ് അത്ര സുഖമുള്ളതൊന്നുമല്ല, എങ്കിലും കാഴ്ചകളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമുക്കങ്ങനെ പോവാം. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മളെത്തി. ഇനിയുള്ള കാഴ്ചകളൊക്കെ നടന്ന് കാണാനാണ്. ഈ സ്ഥലത്തിന് എൻട്രി ഫീ ഒന്നുമില്ല, പക്ഷേ പാർക്കിങ്ങിന് വേണ്ടി ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. സീതാർകുണ്ട് എന്ന പേര് വന്നതിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് വനവാസകാലത്ത് രാമനും ലക്ഷ്മണനും സീതയും ഇവിടെ വിശ്രമിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. സീതയുടെ കല്ല് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് സീതാർകുണ്ട് എന്ന പേര് വന്നിരിക്കുന്നത്. കുത്തനെയുള്ള താഴ്വാരങ്ങളും പാറക്കെട്ടുകളും ആയതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണുന്ന സ്പെസിഫിക് ഷേപ്പുള്ള മരമുണ്ടല്ലോ, അതവിടുത്തെ ഒരു ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അതിലും മുന്നോട്ടുള്ള വഴി അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നെല്ലിയാമ്പതിയിലെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അധികം ചൂടോ തണുപ്പോ അനുഭവപ്പെടാത്ത ഒന്നായിരുന്നു. നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പോകുന്ന വഴികളിലെല്ലാം ഇവരുടെ വികൃതികളാണ് കാണാനുള്ളത്. ഏറെ വേദനിപ്പിച്ചൊരു കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ, ഈ കുരങ്ങന്മാരുടെ എല്ലാം കയ്യിൽ ഓരോ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാവും. കാഴ്ചകൾ കാണാൻ പോകുന്നവർ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും അവിടെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക.
അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളൊക്കെ ഏറെക്കുറെ കണ്ടു കഴിഞ്ഞു. തിരിച്ചിറങ്ങിയപ്പോഴും കണ്ടു രണ്ടുപേരെ, 2 പന്നിക്കുട്ടന്മാർ. പ്രകൃതി ഭംഗിയാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരിടമാണ് പാലക്കാട്. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. പറഞ്ഞു തീരാത്ത കഥകളും പ്രകൃതിയിൽ നിറഞ്ഞ നിരവധി കാഴ്ചകളും ഇനിയുമുണ്ട് പാലക്കാട്. മാനം മുട്ടി നിൽക്കുന്ന മലനിരകളും താഴ്വാരങ്ങളും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുമൊക്കെ കണ്ടു തീർക്കാൻ കഴിയാത്ത കാഴ്ചകളിൽ ചിലത് മാത്രമാണ്. ഗ്രാമാന്തരീക്ഷവും നെൽപ്പാടങ്ങളുമെല്ലാം യാത്രയെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർക്ക് പാലക്കാട് നൽകുന്ന മനോഹരമായ അനുഭവങ്ങളാണ്. യാത്രകളെ ഏറെ ആസ്വദിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. പുതിയ വിശേഷങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.